മഹത്വത്തിന്റെ പാത്രം ബൈബിളിൽ വിശ്വാസികളെ പലപ്പോഴും പാത്രങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്, ഒരു ഉദ്ദേശ്യത്തിനായി രൂപകൽപ്പന ചെയ്ത പാത്രങ്ങൾ. നാം ദൈവമക്കളാകുമ്പോൾ നമ്മൾ ഇനി സാധാരണ പാത്രങ്ങളല്ല, അവന്റെ സാന്നിധ്യം വഹിക്കാനും അവന്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കാനും ലോകത്തിന് അവന്റെ ശക്തി വെളിപ്പെടുത്താനും ഉദ്ദേശിച്ചുള്ള മഹത്വത്തിന്റെ പാത്രങ്ങളായി നാം മാറുന്നു. മഹത്വത്തിന്റെ ഒരു പാത്രം തിരഞ്ഞെടുക്കുന്നത് ബാഹ്യരൂപം, ശക്തി അല്ലെങ്കിൽ പദവി എന്നിവയെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് ദൈവത്തിന്റെ കൃപയും ഉദ്ദേശ്യവുമാണ്. കുശവന്റെ കൈയിലെ കളിമണ്ണ് രൂപപ്പെടുത്തുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതുപോലെ പരിശുദ്ധാത്മാവിനാൽ നാം വാർത്തെടുക്കപ്പെടുന്നു. പരീക്ഷണങ്ങളിലൂടെയും ശുദ്ധീകരണത്തിലൂടെയും കീഴടങ്ങലിലൂടെയും ദൈവം തന്റെ മഹത്വം വഹിക്കാൻ നമ്മെ ഒരുക്കുന്നു. 2 തിമോത്തി 2:21 പറയുന്നു, ആരെങ്കിലും അപമാനകരമായതിൽ നിന്ന് തന്നെത്താൻ ശുദ്ധീകരിച്ചാൽ അവൻ മാന്യമായ ഉപയോഗത്തിനുള്ള ഒരു പാത്രമായിരിക്കും, വിശുദ്ധമായി വേർതിരിക്കപ്പെട്ടതും യജമാനന് ഉപയോഗപ്രദവുമാണ്. ഈ മഹത്വം നമ്മുടെ അഭിമാനത്തിനു വേണ്ടിയല്ല, മറിച്ച് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പ്രകാശിപ്പിക്കുന്നതിനാണ്. നാം കളിമൺ പാത്രങ്ങളാണ്, നാം ദുർബലരാണ്, എന്നാൽ ദൈവം തന്റെ ആത്മാവിനെ നമ്മിൽ നിറച്ചിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ശക്തിയുടെ ശ്രേഷ്ഠത നമ്മുടേതല്ല, ദൈവത്തിൻ്റേതാണ്. മഹത്വത്തിന്റെ ഒരു പാത്രമായിരിക്കുക എന്നതിനർത്ഥം വിശുദ്ധിയുടെയും അനുസരണത്തിന്റെയും വിശ്വാസത്തിന്റെയും ജീവിതം നയിക്കുക എന്നാണ്. ദൈവത്തിന് നമ്മെ പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ലഭ്യവും ശുദ്ധവും കീഴടങ്ങിയതുമായിരിക്കുക എന്നതാണ്. അവന്റെ നാമത്തിനും അവന്റെ രാജ്യത്തിനും അവന്റെ ജനത്തിനും വേണ്ടി നമ്മിലൂടെ അവന്റെ മഹത്വം പകരാൻ അവനെ അനുവദിച്ചുകൊണ്ട് നമുക്ക് അവന്റെ കൈകൾക്ക് ദിവസവും കീഴടങ്ങാം.